ദ ഇൻവിസിബിൾ ഗസ്റ്റ് വെറുമൊരു കൊലപാതകതയല്ല. അതൊരു മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും സത്യത്തെ സ്വയം സൗകര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാനുള്ള പ്രവണതയുടെയും നേർക്കാഴ്ചയാണ്. ഇതിലെ നായകൻ അഡ്രിയാൻ ഡോറിയ ഒരു കുറ്റവാളിയാണോ അല്ലയോ എന്നതിലുപരി അധികാരവും പണവും ഉപയോഗിച്ച് ഒരാൾക്ക് എത്രത്തോളം ക്രൂരനാവാൻ കഴിയുമെന്നും എന്നാൽ ആ കുറ്റബോധം അയാളെ എങ്ങനെ വേട്ടയാടുമെന്നാണ് ഈ സിനിമ അടിവരയിടുന്നത്. പുറമെ കാണുന്ന അദൃശ്യനായ അതിഥി യഥാർത്ഥത്തിൽ അയാളുടെ ഉള്ളിലെ ഭയം തന്നെയാണ്. സിനിമയിൽ കഥ പറയുന്നത് ഇതിലെ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് അഡ്രിയാനും വക്കീലും തമ്മിലുള്ള ചർച്ച നടക്കുമ്പോൾ ജനാലയ്ക്ക് കാണുന്ന മഞ്ഞും ഇരുട്ടും അവരുടെ ഉള്ളിലെ ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്നു. കാറപടത്തിന് ശേഷമുള്ള വനത്തിലെ നിശബ്ദതയും തടാകത്തിലേക്ക് കാർ താഴ്ന്നു പോകുന്ന ആ ഒരു ദൃശ്യവും പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടാക്കുന്ന ഭീതി വാക്കുകൾക്കതീതാണ്. ഓരോ ഫ്രെയിമും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. സിനിമയുടെ എഡിറ്റിംഗ് ആണ് ഇതിൻ്റെ നട്ടെല്ല്. ഒരേ സംഭവം തന്നെ പല രീതിയിൽ വിവരിക്കുമ്പോൾ കാഴ്ചക്കാരന് ഓരോ തവണയും ഓരോ സത്യങ്ങൾ വെളിപ്പെടുന്നു. തവിട്ട് നിറവും നീല നിറവും കലർന്ന കളർ ടോൺ സിനിമയ്ക്കൊരു മിസ്റ്ററി ഫീൽ നൽകുന്നുണ്ട്. പശ്ചാത്തല സംഗീതം വളരെ കുറവാണെങ്കിലും ആവശ്യമായ സ്ഥലങ്ങളിൽ അത് നൽകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സംവിധായകൻ ഓരിയോൾ പൗലോ പ്രേക്ഷകന്റെ ചിന്തകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യതയോടെയാണ്. സിനിമയിൽ പ്രധാനമായി 2 സിമ്പിളുകൾ നമുക്ക് കാണാം. ഒന്ന് ക്ലോക്ക്, ഓരോ നിമിഷവും സത്യം വെളിപ്പെടാൻ സമയമില്ലെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തത് കണ്ണാടി, അഡ്രിയാൻ കാണുന്ന സത്യമല്ല യഥാർത്ഥ സത്യമെന്നും അയാളുടെ മറ്റൊരു മുഖം മറിഞ്ഞിരിപ്പുണ്ടെന്നും സിനിമയിലുടനീളം കണ്ണാടികളിലൂടെ സൂചനകൾ നൽകുന്നുണ്ട്. അവസാന നിമിഷം വരെ നമ്മൾ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു മാസ്റ്റർ പീസാണിത്. സത്യം എപ്പോഴും ഒരു സൂര്യപ്രകാശം പോലെയാണ്. അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ തെളിച്ചത്തോടെ പുറത്തു വരുമെന്നതാണ് ഈ സിനിമ നൽകുന്ന പാഠം. ഒരു നിമിഷം പോലും ബോറടിക്കാതെ കാണാൻ പറ്റുന്ന ലോകോത്തര ത്രില്ലറുകളിൽ ഒന്നാണ് ഈ സിനിമ. ഈ സിനിമയുടെ പൂർണ്ണരൂപം, അതായത് റീക്യാപ്പ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായും കാണണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.